സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കട്ടെ. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 19 വാക്യം 45. പിന്നെ യേശു ദൈവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. പിന്നെ യേശു ദൈവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 45 വാക്യത്തിൽ യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാനം ചെയ്ത ഒരു പ്രവൃത്തിയാണ് വായിച്ചു കേൾക്കുവാനിടയായത്. യേശു യെരുശലേമിലേക്ക് വന്നിരിക്കുകയാണ്. യെരുശലേമിൽ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ദൈവാലയത്തെ ശുദ്ധീകരിക്കുവാൻ ആയിരുന്നു. യേശു കഴിഞ്ഞ ദിവസം അഥവാ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ദൈവാലയത്തെ വന്ന് നോക്കി നേരം വൈകിയത് കൊണ്ട് മടങ്ങിപ്പോയതായി മറ്റൊരു സുവിശേഷത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഥവാ കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൈവാലയത്തിൽ കണ്ട ദൈവത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായ കാര്യങ്ങൾ അതിനെ പുറത്താക്കുകയാണ്. അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും, അതുപോലെ പ്രാവുകളുടെ മേശ, നാണ്യ വ്യാപാരത്തിൻ്റെ മേശകൾ, ഇതെല്ലാം മറിച്ചിട്ട് ഇതെല്ലാം വിൽക്കുന്നവരെ ദൈവാലയത്തിൽ നിന്നും പുറത്താക്കുകയാണ്. ഇവിടെ യേശു ചെയ്യുന്നത് പിതാവിൻ്റെ ആലയത്തെ അഥവാ ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്നതാണ്. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരോട് ചോദിക്കുന്നത്, ഇത് എന്തിനാണ് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തത് എന്നാണ്. ദൈവാലയം വിശുദ്ധമാണ്. ദൈവാലയം പരിശുദ്ധമാണ്. ദൈവാലയം ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം ശ്രവിക്കുവാനും പഠിക്കുവാനും ഇങ്ങനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവാലയം. ദൈവാലയം കച്ചവട കേന്ദ്രമാകുമ്പോൾ, വ്യാപാര കേന്ദ്രമാകുമ്പോൾ കള്ളന്മാരുടെ ഗുഹയായി മാറും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, മനുഷ്യൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം വസിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായത്തിൽ 19 മുതൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളാൽ നിറയുമ്പോൾ അത് കള്ളന്മാരുടെ ഗുഹയായിത്തീരുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പാപങ്ങൾ. ഈ പാപങ്ങൾ കൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയമായ പരിശുദ്ധ മന്ദിരം അശുദ്ധമായിത്തീരുന്നു, കള്ളന്മാരുടെ ഗുഹയായിത്തീരുന്നു. എന്തുദ്ദേശത്തിനു വേണ്ടി ദൈവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനു വിരുദ്ധമായി അത് ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ജനത്തിൻ്റെ നന്മയ്ക്ക് അത് ഹാനികരമായിത്തീരുന്നു.
ദൈവാലയത്തെ ശുദ്ധീകരിച്ച യേശു ഇന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനാണ് ആഹ്വാനം ചെയ്യുന്നത്. ആമേൻ, ആമേൻ. രക്ഷിതാ